ചിദാനന്ദപുരി സ്വാമിയുടെ ആശ്രമത്തിൽ ക്ലാസ് നടത്തിയിട്ട് ക്ലാസ് പിരിഞ്ഞു പോകുമ്പോൾ സ്വാമിജിയല്ല കാല് തൊട്ട് നിറൽ വെക്കണത്. സ്വാമിജി ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ കാല് തൊട്ട് നിറൽ വെച്ച് എല്ലാവരും പോകും. മാതാമൃതാനന്ദായി മഠത്തിൽ ക്ലാസ് നടത്തിയപ്പോൾ എല്ലാ സ്ഥലത്തും സംഭവിക്കും. ഞാൻ ഇത് പറയാൻ കാരണം, ഈ ആചാര്യന്മാരിവിടെ നിൽക്കെ അവരെ കാല് തൊട്ട് വന്നിച്ച് പോകേണ്ട വിദ്യാർത്ഥികൾ, പഠിതാക്കൾ 100 പേരോ 120 പേരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെൻ്റെ കാല് തൊട്ട് നിർവഹിച്ച് പോകുമ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു സങ്കടം തോന്നും, വിഷമം തോന്നും ഈ സ്വാമിമാർ മുന്നിൽ നിന്നൊക്കെ. അപ്പോൾ സ്വാമിമാരത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 10 ദിവസത്തെ ബന്ധമുള്ളെങ്കിലും ഈ ഒരു സമർപ്പണ ബോധം, ഈ ആത്മീയ ബോധം, സ്നേഹബന്ധം എല്ലാം ഈ ക്ലാസ്സിലൂടെ നടന്നു പോകുന്നുണ്ട്. അത് ഞാൻ ബോധപൂർവ്വം കൃത്യമായിട്ട് ഭഗിനി നിവേദിതയുടെ ഒരു സ്പിരിറ്റ് ഇവരുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതാണ് ഇതിൻ്റെ തുടക്കത്തിൻ്റെയും അല്ലെങ്കിൽ അമ്മമാരെ കൈപിടിച്ച് കൊടുക്കണം എന്നുള്ളതിൻ്റെ എൻ്റെ ഉള്ളിലെ ലക്ഷ്യം. തിരുവമ്പാടിയിൽ താമരശ്ശേരി രൂപതയുടെ കീഴിൽ ഞാൻ 3 ക്ലാസ് നടത്തിയിട്ടുണ്ട്. ബിഷപ്പ് ആ ക്ലാസ്സിൽ ഉദ്ഘാടനം ചെയ്യുകയും, താമരശ്ശേരി രൂപതയുടെ ബിഷപ്പ് ഉദ്ഘാടനം ചെയ്യുകയും, ആ ഉദ്ഘാടന സമയത്ത് ഞാൻ പറയാറുണ്ട്, ഈ 10 ക്ലാസ്സിൽ അടുപ്പിച്ച് വരുന്നവരാരൊക്കെയാണോ ഈ ക്ലാസ്സിലുള്ളത് അവർ 10ാമത്തെ ദിവസം പുതിയ വസ്ത്രം സ്വന്തമായി തയ്ച്ചിട്ടിരിക്കും. അങ്ങനെ ആരെങ്കിലും പുതിയ വസ്ത്രം തയ്ച്ചിട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ പോരായ്മയല്ല, പഠിപ്പിക്കുന്ന മാഷ പോരായ്മയാണ് എന്ന് ഞാൻ പറയാറുണ്ട്.